ഹായ് ഫ്രണ്ട്സ്, ടൂൾസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്നലെ ബലിതർപ്പണമായിരുന്നു. കർക്കിടക മാസത്തിലെ അമാവാസി തിഥിയും അതുപോലെ പുണർദം നക്ഷത്രവും വ്യാഴാഴ്ചയും ഒത്തുചേർന്ന ശുഭദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി മാത്രം എല്ലാം സഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീക്കിവെച്ച ഒരു ദിവസം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എല്ലാ വർഷവും വർക്കല പാപനാശിനിയിലാണ് ഞാൻ ബലിതർപ്പണം ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ നെടുമങ്ങാടുള്ള അരുവിക്കര ക്ഷേത്ര സന്നിധിയിലാണ്, അരുവിക്കര ക്ഷേത്രത്തിൻ്റെ കടവിലാണ് ഞാൻ ബലിതർപ്പണം ചെയ്തത്. വളരെ ശ്രേഷ്ഠമായ ഒരു ബലിതർപ്പണ ചടങ്ങ് തന്നെയായിരുന്നു അവിടെ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യാത്ത കാര്യമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. ഞാനും മോളുമായാണ് പോയത്. റിക്ഷയിലാണ് ഞങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ കുട്ടിക്കാലവും നമുക്കൊപ്പം ജീവിച്ച നമ്മുടെ അമ്മ ഇല്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഓരോരുത്തർക്കും വേദനാജനകമായ കാര്യമാണല്ലേ. എന്നെ സംബന്ധിച്ച് 2020 എൻ്റെ അമ്മ നമ്മളെ വിട്ടുപോയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു അമ്മയ്ക്ക് മരണത്തിനായി അമ്മ ഒരുങ്ങിയതെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മളാരായാലും ദൈവസന്നിധിയിലേക്ക് പോകേണ്ടവർ തന്നെയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു നമ്മുടെ അമ്മയുടെ മരണം എന്ന് പറയുന്നത്. 2020 അമ്മ നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. ആ വർഷം മുതൽ ഈ നാൾ വരെ അമ്മ മരിച്ച ആ സ്ഥലത്ത് പോയി പൂവും പനിനീരുമൊക്കെ തളിച്ച് ശാമ്പ്രാണി തിരിയൊക്കെ കൊളുത്തി വെച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് ഓരോ ബലിതർപ്പണ ചടങ്ങിനും ഞാൻ പോകാറുള്ളത്. ഇപ്രാവശ്യം വർക്കലയിൽ പോകാതെ നെടുമങ്ങാട്ടേക്ക് വന്നത് എനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ്. പനിയും ചുമയും ഫീവർ ഒക്കെയായി 2-3 ദിവസമായി സുഖമില്ലായിരുന്നു. പക്ഷേ എന്നാലും ബലിതർപ്പണം നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അരുവിക്കര ക്ഷേത്ര കടവിൽ തന്നെ ബലിയിടാമെന്ന് തീരുമാനിച്ചത്. വളരെ പ്രകൃതി മനോഹരമായ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഈ അരുവിക്കര ക്ഷേത്ര കടവിലുള്ളത്. പഴയ കാലത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ബലിതർപ്പണ ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അരുവിക്കര ദേവി സന്നിധിയാണിത്. അതുപോലെ തന്നെ അരുവിക്കര ഡാം കൂടി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പടവുകളിലൊക്കെ നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ഓരോരുത്തരും ബലിതർപ്പണം ചെയ്തത് ഇവിടെ. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് മനസ്സാകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്കൂൾ കാലഘട്ടവും ഒക്കെ. അപ്പോൾ അമ്മ എന്നും നമുക്ക് ടിഫിൻ ബോക്സ് നിറയ്ക്കുന്നതും സ്കൂളിലേക്ക് വിടുന്നതും വീട്ടിലെ ഒരു ജോലിയും ചെയ്യണ്ട, നിങ്ങൾ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്നും കുളിപ്പിച്ച് ഡ്രസ്സിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിട്ട ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മ. പിന്നെ പറയുമ്പോൾ വാക്കുകൾ ഇടറിപ്പോകുന്നു. വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഇപ്രാവശ്യവും ബലിതർപ്പണം ചെയ്തത്. ഇതാണ് ആ ബലിതർപ്പണ കടവ്. ഇവിടെ മണ്ഡപത്തിൽ എല്ലാവരും ഇങ്ങനെ ലൈനായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ആറിലൊഴുകുന്ന ജലം മഴക്കാലമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ, മണ്ണിൻ്റെ കളറാണത്. അപ്പോൾ അത് കാണുന്നത്. അല്ലാതെ ഇവിടെ മാലിന്യങ്ങളൊന്നും തന്നെ ആരും നിക്ഷേപിക്കാറില്ല. കാരണം ഇവിടെ സുരക്ഷയുണ്ട്, ഡാം ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ജലമാണ് ഇവിടെ എല്ലാ നമ്മുടെ കുടുംബ പരദേവതയും മഹാദേവനെയും വിഘ്നേശ്വരനെയും ഒക്കെ പ്രാർത്ഥിച്ച് ഗംഗേ ച യമുനേ ചൈവ എന്നുള്ള മന്ത്രം മനസ്സിലുരുവിട്ടുകൊണ്ട് ജലവുമായി ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം ചെയ്തത്. വളരെ ശ്രേഷ്ഠമായ മന്ത്രങ്ങളും അതുപോലെ തന്നെ മനസ്സിന് വളരെയധികം സംതൃപ്തി നൽകിയ ഒരു ബലിതർപ്പണം തന്നെയായിരുന്നു അരുവിക്കരയിൽ ഇന്നലെ നടന്നത് എന്ന് പറയേണ്ടി വരും. പിന്നെ ബലിതർപ്പണം കഴിഞ്ഞ് നമ്മൾ മുങ്ങിക്കുളിക്കണം. അങ്ങനെ അവിടെ പോയി ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മനസ്സിൽ പൂർണ്ണ തൃപ്തിയോടെ, എന്നാൽ കഴിഞ്ഞകാല ഓർമ്മകളിലൂടെ മനസ്സ്
സഞ്ചരിച്ച ഒരു സമയം കൂടിയാണ്. നമ്മുടെ കുട്ടിക്കാലം, അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കാലം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് എന്ത് ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നാലും നമ്മൾ ആദ്യം ആലോചിക്കുന്നത് നമ്മുടെ അമ്മയും അച്ഛനും നമ്മളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ട്, അമ്മയാണ് നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. അമ്മയുടെ മൂത്ത സഹോദരൻ മാമനും പോയി. അതുപോലെ അമ്മയുടെ അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. എല്ലാവരുടെ ആത്മാവിന് വേണ്ടി ആത്മാർത്ഥമായി സ്നേഹത്തോടെ പ്രാർത്ഥിച്ചു. ബലിതർപ്പണ ചടങ്ങുകൾ പൂർണ്ണമായി നിർവഹിച്ചു. അപ്പോൾ ഇതിനു വേണ്ടി അനുഗ്രഹിച്ച എല്ലാ ബലിതർപ്പണം നല്ല രീതിയിൽ ചെയ്യാൻ അനുഗ്രഹം നൽകിയ എല്ലാ ദേവന്മാർക്കും ദേവതമാർക്കും എൻ്റെ മനസ്സിൻ്റെ സ്നേഹവും പ്രാർത്ഥനയും ഞാൻ പറഞ്ഞുകൊണ്ട് ബലിതർപ്പണം പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ്. അപ്പോൾ അമ്മയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ല. കുട്ടിക്കാലം മുതൽ നമ്മൾ വളർന്ന് വിവാഹിതരായി മക്കളായി ആ കാലഘട്ടത്തിലെല്ലാം അമ്മ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാലും എത്ര ആൾക്കൂട്ടത്തിനിടയിലും നമ്മൾ വെറുതെയെങ്കിലും ഒന്ന് നോക്കിപ്പോവും, നമ്മുടെ അമ്മ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. ഒരിക്കൽ നമ്മളെ വിട്ടുപോകുന്നവർ പിന്നീട് ഒരിക്കലും നമ്മുടെ ഇതിലേക്ക് തിരിച്ചു വരില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഓരോ ബലിതർപ്പണവും. അപ്പോൾ ബലിതർപ്പണം, എൻ്റെ വാക്കുകൾ ഇടയ്ക്ക് തന്നെ ഇടറുകയാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ. അത്രയേറെ ഒരു തീരാനഷ്ടം തന്നെയാണ് അമ്മ നമ്മളെ വിട്ടുപോയ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം നമുക്ക് ബലിതർപ്പണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു സദ്യയെ ഒരുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൂജയും കാര്യങ്ങളും ഒക്കെ അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടിയും, അമ്മയ്ക്കും, അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും മാമനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ആണ് ഞാൻ ആഹാരം കഴിച്ചത്. നമ്മളെല്ലാവരും ആഹാരം കഴിച്ചത് അതിന് ശേഷമാണ്. ഈ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നമ്മളും ആഹാരം കഴിച്ചത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയും ഞാനിത് ഷെയർ ചെയ്യുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഭംഗിയായി തന്നെ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സ്നേഹം മാത്രം. ലവ് യു.